ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ സിമെൻ്റ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് എന്താണ്? സ്റ്റോണ്, ബ്രിക്ക്, ടൈൽസ്, ലൈം, ഇത്രയും ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ. അപ്പോൾ അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സിമെൻറ്റ്. സിമെൻറ്റിൽ മെയിനായിട്ട് നമ്മൾ കോമ്പോസിഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നാച്ചുറൽ സിമെൻറ്റും ഉണ്ട്, ആർട്ടിഫിഷ്യൽ സിമെൻറ്റും ഉണ്ട്. ഓക്കെ, നാച്ചുറൽ സിമെന്റ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ എങ്ങനെയാണ് ബേണിംഗ് ആൻഡ് ക്രഷിംഗ് ദ സ്റ്റോൺസ് കണ്ടെയ്നിങ് ക്ലേ, കാർബണേറ്റ് ഓഫ് ലൈം ആൻഡ് സം amount of carbonate of magnesium. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന സ്റ്റോണുകൾ ഏതൊക്കെയാണ്? സ്റ്റോൺ കണ്ടെയ്നിങ്, എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്റ്റോൺസ് ആണ് നമ്മൾ എടുക്കുന്നത്? ക്ലേ, പിന്നെ ലൈം, കാർബണേറ്റ് ഓഫ് ലൈം, പിന്നെ കാർബണേറ്റ് ഓഫ് മഗ്നീഷ്യം. ഇത് അടങ്ങുന്ന സ്റ്റോൺസ് എടുത്തിട്ട് അതിനെ ബേൺ ചെയ്ത് ക്രഷ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നാച്ചുറൽ സിമെന്റ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സ്റ്റോൺസിലെ ക്ലേ കണ്ടന്റ് എന്ന് പറയുന്നത് 20-40% ആയിരിക്കും. നാച്ചുറൽ സിമെന്റിന്റെ കളർ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ബ്രൗൺ ഇൻ കളർ. നാച്ചുറൽ സിമെന്റിന്റെ കളർ എന്താണ്? ബ്രൗൺ ഇൻ കളർ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ നാച്ചുറൽ സിമെന്റ് ഉണ്ടാക്കാൻ എടുക്കുന്ന സ്റ്റോണിൽ ക്ലേ കണ്ടന്റ് എത്രയാണ് വേണ്ടത്? 20-40%. ഓക്കെ, ഇറ്റ്സ് ബെസ്റ്റ് വെറൈറ്റീസ് നോൺ ആസ് റോമൻ സിമെന്റ്. ഓക്കെ, നാച്ചുറൽ സിമെന്റിന്റെ ബെസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് ഈസ് റോമൻ സിമെന്റ്. ഇനി നാച്ചുറൽ സിമെന്റ് റിസംബിൾസ് വെരി ക്ലോസ്ലി എമിനന്റ് ഹൈഡ്രോളിക് ലൈം. നമ്മൾ എമിനന്റ് ഹൈഡ്രോളിക് ലൈം എന്തൊക്കെയാണെന്നും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ലൈമിന്റെ ചാപ്റ്ററിൽ പഠിച്ചതായിരുന്നു. സോ നാച്ചുറൽ സിമെന്റ് എന്ന് പറയുന്നത് ഈ എമിനന്റ് ഹൈഡ്രോളിക് ലൈമുമായിട്ടാണ് റിസംബിൾ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് സെറ്റ്സ് വെരി ക്വിക്ലി ആഫ്റ്റർ അഡീഷൻ ഓഫ് വാട്ടർ. വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും? പെട്ടെന്ന് ക്വിക്കായിട്ട് എന്തെങ്കിലും സെറ്റ് ആവും. ഇറ്റ് ഈസ് നോട്ട് സോ സ്ട്രോങ് ആസ് ആർട്ടിഫിഷ്യൽ സിമെന്റ്. ഈ നാച്ചുറൽ സിമെന്റ് എന്ന് പറയുന്നതാണ് ആർട്ടിഫിഷ്യൽ സിമെന്റിന്റെ അത്ര എന്തല്ല, സ്ട്രോങ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആർട്ടിഫിഷ്യൽ സിമെന്റ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ആർട്ടിഫിഷ്യൽ സിമെന്റ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ ആർട്ടിഫിഷ്യൽ സിമെന്റ് നമുക്ക് ഒബ്റ്റൈൻഡ് ബൈ ബേണിംഗ് അറ്റ് എ വെരി ഹൈ ടെമ്പറേച്ചർ എ മിക്സ്ചർ ഓഫ് കാൽക്കാരിയസ് ആൻഡ് ആർജിലേഷ്യസ് മെറ്റീരിയൽസ്. ഓക്കെ, അപ്പൊ കാൽക്കാരിയസ് മെറ്റീരിയൽസിനെയും ആർജിലേഷ്യസ് മെറ്റീരിയൽസിനെയും ഞാൻ എന്ത് ചെയ്യും? ഹൈ ടെമ്പറേച്ചറിൽ ബേൺ ചെയ്യും. അങ്ങനെ ബേൺ ചെയ്ത് കിട്ടുന്ന കാൽസൈൻഡ് പ്രോഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് ക്ലിങ്കർ. ഓക്കെ, a mixture of ingredients should be intimate and they should be in correct proportion, and this calcined product is known as ക്ലിങ്കർ. ഓക്കെ, നമ്മൾ കറക്റ്റ് പ്രൊപ്പോർഷനിലായിരിക്കണം കാൽക്കേരിയസ് മെറ്റീരിയൽസും ആർജിലേഷ്യസ് മെറ്റീരിയൽസും നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അതിനെ എന്ത് ചെയ്യും? ഹൈ ടെമ്പറേച്ചർ ബേൺ ചെയ്യും. എന്നിട്ട് കാൽസിനേഷൻ കഴിഞ്ഞ് കിട്ടുന്ന പ്രോഡക്റ്റിനെയാണ് ഞാൻ എന്ത് വിളിച്ചത്? ക്ലിങ്കർ എന്ന് വിളിച്ചത്. എന്നിട്ട് ഈ ക്ലിങ്കറിലേക്ക് ഞാൻ എന്ത് ആഡ് ചെയ്യും? ജിപ്സം ആഡ് ചെയ്യും. ഓക്കെ, ജിപ്സം ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന എന്നിട്ട് അതിനെ എന്ത് ചെയ്യും? പൾവറൈസ് ചെയ്യും. Okay, gypsum is added to the clinker and it is then pulverized to form cement. Pulverize ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സിമെന്റ് കിട്ടുന്നത്. ഇനി ആർട്ടിഫിഷ്യൽ സിമെന്റിലെ മോസ്റ്റ് കോമൺ വെറൈറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോർമൽ സെറ്റിംഗ് സിമെന്റ് അല്ലെങ്കിൽ ഓർഡിനറി സിമെന്റ് എന്ന് പറയും. ഓക്കെ, ആർട്ടിഫിഷ്യൽ സിമെന്റിലെ കോമൺ വെറൈറ്റി ഏതാണ്? നോർമൽ സെറ്റിംഗ് സിമെന്റ് അല്ലെങ്കിൽ ഓർഡിനറി സിമെന്റ് ആണ്. ഇനി ഇത് കണ്ടുപിടിച്ചത് ഇൻവെന്റഡ് ബൈ ജോസഫ് ആസ്പിഡിൻ ആണ്. 1824 എന്ത് ചെയ്യുന്നത്? ആർട്ടിഫിഷ്യൽ സിമെന്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ നോർമൽ സെറ്റിംഗ് സിമെന്റ് അല്ലെങ്കിൽ ഓർഡിനറി സിമെന്റ് ഇൻവെന്റ് ചെയ്തത് ആരാണ്? ജോസഫ് ആസ്പിഡിൻ 1824 എന്ത് ചെയ്യുന്നത്? ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇയാൾ കണ്ടുപിടിച്ച ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദിസ് സിമെന്റ് ക്ലോസ്ലി റിസംബിൾസ് എ വെറൈറ്റി ഓഫ് സാൻഡ്സ്റ്റോൺ വിച്ച് ഇസ് ഫൗണ്ട് ഇൻ അബണ്ടന്റ് ഇൻ പോർട്ട്ലാൻഡ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ പോർട്ട്ലാൻഡിൽ അബണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു സാൻഡ്സ്റ്റോണുമായിട്ട് ഇയാൾ കണ്ടുപിടിച്ച ഈ ഓർഡിനറി സിമെന്റിന്റെ റിസംബിൾനെസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പല പ്രാവശ്യവും വിളിക്കുന്നത് എന്താണ്? പോർട്ട്ലാൻഡ് സിമെന്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പൊ ഈ നോർമൽ സെറ്റിംഗ് സിമെന്റ് അല്ലെങ്കിൽ ഓർഡിനറി സിമെന്റിനെ എന്തുകൊണ്ടാണ് പോർട്ട്ലാൻഡ് സിമെന്റ് എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ കണ്ടുപിടിച്ച ഈ സാധനത്തിന് എന്താണ്? ഇംഗ്ലണ്ടിലെ പോർട്ട്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് അബണ്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന സാൻഡ്സ്റ്റോണുമായിട്ട് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിന് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് അതിനെന്ത് വിളിച്ചത്? പോർട്ട്ലാൻഡ് സിമെന്റ് എന്ന് വിളിച്ചത്. ഓക്കെ, കോമ്പോസിഷൻ ഓഫ് ഓർഡിനറി സിമെന്റ്. ഒരു ഓർഡിനറി സിമെന്റിന്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ട് 2 ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഏതൊക്കെയാണ്? ആർജിലേഷ്യസ് മെറ്റീരിയൽസും കാൽക്കേരിയസ് മെറ്റീരിയൽസും ആണ് നമ്മുടെ ബേസിക് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആർജിലേഷ്യസ് മെറ്റീരിയൽസിന്റെ പ്രത്യേകത എന്താണ്? അതിൽ ക്ലേ പ്രീഡോമിനേറ്റ് ചെയ്യും. കാൽക്കേരിയസ് മെറ്റീരിയലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ് അതിൽ പ്രീഡോമിനന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഇൻഗ്രീഡിയൻസും അതിന്റെ പെർസെന്റേജും നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈം, CaO, അതെന്ന് പറയുന്നത് 62%. ലൈം എത്ര പെർസെന്റേജ് ആണ്? 62%. സിലിക്ക 22%. അലുമിന 5%. കാൽഷ്യം സൾഫേറ്റ് 4%. അയൺ ഓക്സൈഡ് 3%. മഗ്നീഷ്യം 2%. സൾഫർ 1%. ആൽക്കലീസ് 1%. അപ്പൊ ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇൻഗ്രീഡിയൻസും അതിന്റെ പെർസെൻറ്റേജും സിമെന്റിൽ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ്? ലൈം, സിലിക്ക, അലുമിന, കാൽഷ്യം സൾഫേറ്റ്, അയൺ ഓക്സൈഡ്, മഗ്നീഷ്യ, സൾഫർ, ആൽക്കലൈസ്. അതിന്റെ പെർസെൻറ്റേജും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇത് ഓരോ ഇൻഗ്രീഡിയന്റിന്റെയും ഫംഗ്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. ലൈമിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ലൈം എന്ന് പറയുന്നത് ഈ സിമെന്റിൽ ഒരു ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയന്റ് ആണ്. ഓക്കെ, ലൈമിന് എക്സസ് ആയി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ മേക്ക് സിമെന്റ് അൺസൗണ്ട്, സിമെന്റിന് എന്താവും? അൺസൗണ്ട് ആക്കും. അതുപോലെ തന്നെ കോസസ് സിമെന്റ് ടു എക്സ്പാൻഡ് ആൻഡ് ഡിസിൻറ്റഗ്രേറ്റ്, സിമെന്റ് എക്സ്പാൻഡ് ചെയ്ത് ഡിസിൻറ്റഗ്രേറ്റ് ആവാൻ കാരണമാണ് ആര്? ലൈം കൂടിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ലൈം എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയന്റ് ആണ്. എക്സസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സിമെന്റിനെ അൺസൗണ്ട് ആക്കും ആൻഡ് കോസസ് സിമെന്റ് ടു എക്സ്പാൻഡ് ആൻഡ് ഡിസിൻറ്റഗ്രേറ്റ്. ഇനി ഡെഫിഷ്യന്റ് ആണെങ്കിൽ, ലൈമിന്റെ എമൗണ്ട് കുറവാണെങ്കിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താവും? സിമെന്റ് കൊണ്ടുണ്ടാക്കുന്ന മോട്ടാറിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡിക്രീസ് ആവും ആൻഡ് കോസസ് ടു സെറ്റ് ക്വിക്ലി. അതെന്ന് പറയുന്നത് ക്വിക്ലി സെറ്റ് ആവാനായിട്ട് കാരണമാവും. ഓക്കെ, അപ്പൊ ലൈമിന്റെ ഫംഗ്ഷൻ പഠിച്ചു. ഈ ഫംഗ്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ചിട്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് വരുന്നത് സിലിക്ക. സിലിക്ക എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയന്റ് തന്നെയാണ്. അപ്പൊ മെയിൻ ആയിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് ലൈമും സിലിക്കയും. ഏറ്റവും കൂടുതലുള്ള ഇൻഗ്രീഡിയന്റ് ഏതാണ്? ലൈമാണ്, 62%. സിലിക്കയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്ട്രെങ്ത്, സിമെന്റിന് സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ളതാണ് സിലിക്കയുടെ ഫംഗ്ഷൻ. ഇനി അടുത്ത് വരുന്ന അലുമിന. അലുമിനയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇമ്പാർട്ട്സ് ക്വിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടി ടു സിമെന്റ്. സിമെന്റിന് ക്വിക്ക് ആയിട്ട് സെറ്റിംഗ് പ്രോപ്പർട്ടി കൊടുക്കുന്ന ആരാണ്? നമ്മുടെ അലുമിനയാണ്. ഓക്കെ, സിമെന്റിന് ക്വിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടി കൊടുക്കുന്ന ആരാണ്? അലുമിനയാണ്. ഇനി അലുമിന എക്സസ് ആയി കഴിഞ്ഞാൽ സിമെന്റിനെ വീക്കൺ ചെയ്യും. അതുകൂടെ അറിഞ്ഞിരിക്കും. അടുത്ത് കാൽഷ്യം സൾഫേറ്റ്. കാൽഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ ദ ഫോം ഓഫ് ജിപ്സം, നമ്മൾ എന്താണ് ക്ലിങ്കറിലേക്ക് ജിപ്സം ആഡ് ചെയ്ത് പൾവറൈസ് ചെയ്താണ് സിമെന്റ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ കാൽഷ്യം സൾഫേറ്റ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ജിപ്സം എന്ന് പറയുന്നത്. ഇൻക്രീസസ് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം. ഓക്കെ, ഇവിടെ ഇൻക്രീസസ് എന്നാണ്. സോ എന്താണ്? ഇനിഷ്യൽ സെറ്റിംഗ് ടൈമിനെ കൂട്ടുക. അതാണ് ഈ ജിപ്സത്തിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ കാൽഷ്യം സൾഫേറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം കൂട്ടുക. ഇനി അയൺ ഓക്സൈഡ്. അയൺ ഓക്സൈഡ് എന്ന് എന്താണ്? നമുക്കറിയാം അതിന്റെ കളർ കൊടുക്കുക. മെയിൻ ആയിട്ട് എന്താണ്? ഇറ്റ് ഇമ്പാർട്ട്സ് കളർ, പിന്നെ ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത്. അപ്പൊ കളർ, ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത് ഇത് കൊടുക്കുക എന്നുള്ളതാണ് അയൺ ഓക്സൈഡിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്ന ഏതാണ്? നമ്മുടെ മഗ്നീഷ്യം. മഗ്നീഷ്യയുടെ ഫംഗ്ഷൻ ഇഫ് പ്രസന്റ് ഇൻ സ്മോൾ എമൗണ്ട് ഇമ്പാർട്ട്സ് ഹാർഡ്നെസ് ആൻഡ് കളർ. ഓക്കെ, മഗ്നീഷ്യ 2% ആണ്. സോ സ്മോൾ എമൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്? മഗ്നീഷ്യ കാണപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഇമ്പാർട്ട്സ് ഹാർഡ്നെസ് ആൻഡ് കളർ. കളറും ഹാർഡ്നെസ്സും എന്ത് ചെയ്ത് ഇമ്പാർട്ട് ചെയ്യും. അടുത്ത് വരുന്നത് സൾഫർ. സൾഫർ എന്ന് പറഞ്ഞാൽ 1% ആണ്. വെരി സ്മോൾ എമൗണ്ട് ഓഫ് സൾഫർ ഈസ് യൂസ്ഫുൾ ഇൻ മേക്കിംഗ് സൗണ്ട് സിമെന്റ്. ഓക്കെ, കുറച്ച് എമൗണ്ട് മതി സൾഫർ എന്തിനാണ്? സൗണ്ട് സിമെന്റ് ഉണ്ടാക്കാനായിട്ട്. എക്സസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സിമെന്റിനെ അൺസൗണ്ട് ആക്കി കളയും. ഇനി ആൽക്കലീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആൽക്കലീസ് കൂടിക്കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എഫ്ലോറസെൻസ്. ആൽക്കലീസ് 1% പാടുള്ളൂ. അത് കൂടിക്കഴിഞ്ഞാൽ എഫ്ലോറസെൻസിന് കാരണമാവും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇതിന്റെ ഫംഗ്ഷൻസ് ആണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഹാർംഫുൾ കോൺസ്റ്റിറ്റ്യൂവൻസ് സിമെന്റ്. അപ്പൊ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി എന്തുണ്ട്? സിമെന്റിൽ ഹാർംഫുൾ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്. ഏതൊക്കെയെന്ന് വെച്ചാൽ ആൽക്കലി ഓക്സൈഡ്സ്, അതായത് K2O-യും Na2O-യും, പിന്നെ മാഗ്നീഷ്യം ഓക്സൈഡ് MgO. അപ്പൊ ഈ രണ്ട് ഇൻഗ്രീഡിയൻ ആൽക്കലി ഓക്സൈഡ്സും മാഗ്നീഷ്യം ഓക്സൈഡും ആണ് നമ്മുടെ എന്താ ഹാർംഫുൾ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് സിമെന്റ് എന്ന് പറയുന്നത്. ഇനി ആൽക്കലി ഓക്സൈഡിന്റെ അളവ് 1%-ൽ കൂടുകയാണെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു ദ ഫെയിലിയർ ഓഫ് കോൺക്രീറ്റ് മെയ്ഡ് ഫ്രം ദാറ്റ് സിമെന്റ്. ആ സിമെന്റ് കൊണ്ടുണ്ടാക്കിയ കോൺക്രീറ്റ് എന്തെയും ഫെയിൽ ആവാൻ കാരണമാവും. എപ്പോഴാണ്? ഈ ആൽക്കലി ഓക്സൈഡ്, അതായത് K2O-യുടെയും Na2O-യുടെയും അളവെന്ന് പറഞ്ഞാൽ 1%-ൽ കൂടിക്കഴിഞ്ഞാൽ ഇറ്റ് ലീഡ്സ് ടു ദ ഫെയിലിയർ ഓഫ് കോൺക്രീറ്റ് മെയ്ഡ് ഫ്രം ദാറ്റ് സിമെന്റ്. ഇനി മഗ്നീഷ്യം ഓക്സൈഡിന്റെ അളവ് 5%-ൽ കൂടുതലാവുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കോൺക്രീറ്റ് അല്ലെങ്കിൽ മോർട്ടർ ഹാർഡൺ ആവുമ്പോഴത്തേക്കും അതിൽ എന്തെങ്കിലും ക്രാക്കുകൾ ഫോം ചെയ്യാനായിട്ട് കാരണമാവും. അപ്പൊ ഇത് ഇത്രയാണ് ഇതിന്റെ ഇൽ എഫക്ട്സ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ ക്രാക്ക് ഫോം ചെയ്യാൻ കാരണമാവും എന്ന് പറഞ്ഞില്ലേ, അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് magnesium oxide burned at a high temperature of about 1500 degrees Celsius slakes very slowly. സ്ലേക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്, വളരെ പതുക്കെയാണ് സ്ലേക്ക് ചെയ്യുന്നത് when mixed with water. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അത് കോൺക്രീറ്റ് ഹാർഡൻ ആകുമ്പോഴത്തേക്കും ക്രാക്ക് ആവുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കോമ്പോസിഷൻ ഓഫ് സിമെന്റ് ക്ലിങ്കർ ആൻഡ് ദെയർ സെറ്റിംഗ് ആക്ഷൻ. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ പെർസെന്റേജും അതിന്റെ ഓരോന്നിന്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഇത്. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കറക്കി കുത്തിയായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട്, അതായത് ഡയറക്റ്റ് വേണമെങ്കിലും ചോദിക്കാം, പക്ഷെ അവര് കറക്കി കുത്തി ആപ്ലിക്കേഷൻ ലെവലിലും ചോദിക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം നമുക്ക് കോമ്പോസിഷൻ ഓഫ് സിമെന്റ് ക്ലിങ്കർ ആൻഡ് ദെയർ സെറ്റിംഗ് ആക്ഷൻ ആണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഓർഡിനറി സിമെന്റ് അതിന്റെ 70% ഓഫ് ഫൈനൽ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്നത് 28 ഡേയ്സിലാണ്.
ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, കംപ്രസീവ് സ്ട്രെങ്ത് 28 ഡേയ്സിൽ ഉള്ള കംപ്രസീവ് സ്ട്രെങ്ത് നമ്മൾ മെയിൻ ആയിട്ട് കണ്ടുപിടിക്കുന്നത്. ഇനി അതിന്റെ 90% ഓഫ് ഫൈനൽ സ്ട്രെങ്ത് അതായത് എപ്പോൾ അറ്റൻഡ് ചെയ്യും, 1 year ഓർ സോ. ഓക്കെ, ഇനി നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ്, ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് ഫോംഡ് ഡ്യൂറിങ് സെറ്റിംഗ് ആക്ഷൻ ഓഫ് സിമെന്റ്. ഓക്കെ, സെറ്റിംഗ് ആക്ഷന്റെ സമയത്ത് എന്തൊക്കെ കോമ്പൗണ്ട്സ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് പഠിക്കുക, തെറ്റരുത്. ഓക്കെ, അപ്പൊ ഈ സെറ്റിംഗ് ആക്ഷന്റെ സമയത്ത് ഫോം ചെയ്യുന്ന ആ കോമ്പൗണ്ട്സിന് ഞാൻ വിളിച്ച പേരാണ് ബോഗ് കോമ്പൗണ്ട് എന്ന് വിളിക്കുക. അതൊരു സയന്റിസ്റ്റിന്റെ പേരാണ് ബോഗ്. ഇത് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര് പ്രകാരം ബോഗ് കോമ്പൗണ്ട് എന്ന് വിളിക്കും. അപ്പൊ ഏതൊക്കെയാണ് ആ കോമ്പൗണ്ട്സ് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രൈ കാൽഷ്യം സിലിക്കേറ്റ്. ട്രൈ കാൽഷ്യം സിലിക്കേറ്റ്, ഇതിന്റെ ഫോർമുല പഠിക്കണം, നെയിം പഠിക്കണം, സിമ്പിൾ പഠിക്കണം, പ്രപ്പോർഷൻ പഠിക്കണം. ഈ ഒരു ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ 3CaOSiO2 ആണ്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എലൈറ്റ് എന്ന് വിളിക്കും. അതിന് നമ്മൾ ചുരുക്കി C3S എന്നാണ് പറയുന്നത് സിമ്പിൾ. പിന്നെ അത് എത്ര പെർസെന്റേജ് ഉണ്ട്, 25 to 50% ആണ് ഉള്ളത്. മോസ്റ്റ് കോമൺലി 40%. ഓക്കെ, ഇനി ഡൈകാൽഷ്യം സിലിക്കേറ്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ ബെലൈറ്റ് എന്ന് വിളിക്കും. അതിന്റെ ഫോർമുല എന്നാണ് 2CaO ഡൈകാൽഷ്യം. സോ 2CaO സിലിക്കേറ്റ് SiO2. അപ്പൊ C2S, ഇവിടെ കാൽഷ്യം എന്ന് പറയുന്നത് രണ്ടെണ്ണമുള്ള, സോ C2S എന്ന് നമുക്ക് എഴുതാം. 25 to 40% ആണ്. മോസ്റ്റ് കോമൺലി 32% ആണ് അതിന്റെ പ്രപ്പോർഷൻ വരുന്നത്. അടുത്ത് വരുന്ന ട്രൈ കാൽഷ്യം അലുമിനേറ്റ് ആണ്. ട്രൈ കാൽഷ്യം അലുമിനേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 3CaO Al2O3. ഇവിടെ CaO എത്ര ഉണ്ട്, 3 എണ്ണമാണ്. സോ C3 എന്ന് എഴുതി. Al2O3 എത്രയുണ്ട്, 2 Al2O3 കൂടിയാണ് അതിന്റെ കൂടെ ഉള്ളത്. സോ ഒരു എയും കൂടി ഇട്ടു. അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ, സിമ്പിളുകൾ. ഇനി അതിനെ വിളിക്കുന്ന പേരാണ് സെലൈറ്റ് എന്ന് പറയും. ട്രൈ കാൽഷ്യം അലുമിനേറ്റിനെ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ സെലൈറ്റ്. അതെന്ന് പറയുന്നത് എത്ര പെർസെന്റേജ് ഉണ്ടെന്ന് ചോദിച്ചാൽ 5 to 11% ആണ്. ആൻഡ് മോസ്റ്റ് കോമൺലി 10.5% ആണ് ഉള്ളത്. ഇനി ടെട്രാ കാൽഷ്യം അലുമിനോ ഫെറൈറ്റ്, അതാണ് 4CaO Al2O3 Fe2O3. സോ Ca4AF അതാണ് അതിന്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഫെലൈറ്റ് എന്നാണ് അതിന്റെ പേര്. 8 to 14%, മോസ്റ്റ് കോമൺലി 9% ആണ് കാണപ്പെടുന്നത്. സോ ഈ ഒരു ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്, ഇതിന്റെ ഓരോന്നിന്റെ ഫംഗ്ഷൻസ് എന്താണ് അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ബോഗ് കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ് വരുന്നത്, ട്രൈകാൽഷ്യം സിലിക്കേറ്റ്, ഡൈകാൽഷ്യം സിലിക്കേറ്റ്, ട്രൈകാൽഷ്യം അലുമിനേറ്റ്, ടെട്രാ കാൽഷ്യം അലുമിനോ ഫെറൈറ്റ്. അതിന്റെ പേര് പഠിക്കുന്നത് എലൈറ്റ്, ബെലൈറ്റ്, സെലൈറ്റ് ആൻഡ് ഫെലൈറ്റ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് എന്താണെന്നാണ്. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ബെസ്റ്റ് സിമെന്റിംഗ് മെറ്റീരിയൽ ആൻഡ് ഇസ് വെൽ ബേൺഡ് സിമെന്റ്. അപ്പൊ ഇതിനെ നമ്മൾ ബെസ്റ്റ് സിമെന്റിംഗ് മെറ്റീരിയൽ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ട്രൈ കാൽഷ്യം സിലിക്കേറ്റിനെ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ ഇതെന്താണ്, വെൽ ബേൺഡ് സിമെന്റ് ആണ്. ഇത് ഇനേബിൾസ് ക്ലിങ്കർ ഈസിയർ ടു ഗ്രൈൻഡ്. ഇത് എന്ത് ചെയ്യും, ക്ലിങ്കറിനെ പെട്ടെന്ന് ഈസിയർ ആയിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ ഫ്രീസിങ് ടോയിങ്ങിനൊക്കെ എതിരെയുള്ള റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യിക്കുക. അതാണ് ഇതിന്റെ ട്രൈ കാൽഷ്യം സിലിക്കേറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഹൈഡ്രേറ്റ്സ് റാപ്പിഡ്ലി. ഇത് എന്ത് ചെയ്യും, റാപ്പിഡ് ആയിട്ട് എന്ത് ചെയ്യും, ഹൈഡ്രേറ്റ് ചെയ്യും, ജനറേറ്റ് ഹൈ ഹീറ്റ്. അപ്പോൾ ഹൈഡ്രേഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഹീറ്റ് ജനറേറ്റ് ആവും. ആൻഡ് ഡെവലപ്സ് ആൻ ഏർലി ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത്. ഏർലി ഹാർഡ്നെസ്സും സ്ട്രെങ്തും ഡെവലപ്പ് ചെയ്യുന്നതാണ് ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് ഫോം ചെയ്യുമ്പോഴാണ്. ഇനി റേസിംഗ് ഓഫ് C3S content beyond the specified limits increases heat of hydration and solubility of cement in water. C3Sന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ, നമ്മുടെ ലിമിറ്റിനെക്കാളും കൂടിക്കഴിഞ്ഞാൽ എന്താണ് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൂടും. അതുപോലെ തന്നെ വാട്ടറിൽ സിമെന്റിന്റെ സോളിബിലിറ്റിന്റെയും കൂട്ടും. ഓക്കെ, ഇനി ഹൈഡ്രോളിസിസ് ഓഫ് C3S മെയിൻലി റെസ്പോൺസിബിൾ ഫോർ 7 days സ്ട്രെങ്ത് ആൻഡ് ഹാർഡ്നെസ്. അപ്പൊ ഈ C3Sന് ഹൈഡ്രോളിസിസ് സംഭവിക്കുന്നത് വഴിയാണ്, ആ ഒരു പ്രോസസ് ആണ് എന്ത് ചെയ്യുന്നത്, സിമെന്റിന് 7 days സ്ട്രെങ്തും ഹാർഡ്നെസ്സും കൊടുക്കുന്നത്. Okay, ഇനി rate of hydrolysis of C3S and the character of gel developed are the main cause of hardness and early strength of cement. സിമെന്റിന്റെ early strengthന് കാരണം എന്തൊക്കെയാണ്, ഈ C3Sന് ഹൈഡ്രോളിസിസ് നടക്കുന്നതും അതുപോലെ തന്നെ character of gel developed, അത് രണ്ടുമാണ് early strengthനും ഹാർഡ്നെസ്സിനും കാരണം. ഇനി ഇവിടുത്തെ heat of hydration എന്ന് പറഞ്ഞാൽ 500 joule per gram ആണ്. ഓക്കെ, അപ്പൊ ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ആണ് early hardness അല്ലെങ്കിൽ സ്ട്രെങ്തിന് കാരണം എന്ന് പറഞ്ഞ ആരാണ്, ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ആണ്. അപ്പൊ ഇത്രയും ക്യാരക്ടേഴ്സ് പഠിക്കാം. അടുത്ത വരുന്നത് ഡൈകാൽഷ്യം സിലിക്കേറ്റ്. ഡൈകാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതെന്ന് പറയുന്നത് ഹൈഡ്രേറ്റ് ആവുന്നതും ഹാർഡൻ ചെയ്യുന്നതും സ്ലോ ആയിട്ടാണ്. ഇറ്റ് ഈസ് എ സ്ലോ പ്രോസസ്. ഓക്കെ, ആൻഡ് ഇറ്റ് ടേക്സ് ലോങ് ടൈം ടു ആഡ് ടു ദ സ്ട്രെങ്ത്. ഇതെന്ന് പറയുന്നത് സ്ട്രെങ്തിലേക്ക് ആഡ് ആവാനായിട്ട് ഡൈകാൽഷ്യം സിലിക്കേറ്റിന് എന്ത് ചെയ്യും, കുറെ സമയം എടുക്കും. ആഫ്റ്റർ എ ഇയർ ഓർ മോർ, ഓക്കെ, ഒരു വർഷം അതിൽ കൂടുതലോ ഒക്കെ എടുക്കും ഡൈകാൽഷ്യം സിലിക്കേറ്റ് സ്ട്രെങ്ത് കൊടുക്കാൻ. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. ഓക്കെ, അൾട്ടിമേറ്റ് സ്ട്രെങ്തിന് റെസ്പോൺസിബിൾ ആരാന്ന് ചോദിച്ചാൽ ആരാണ്, ഡൈകാൽഷ്യം സിലിക്കേറ്റ്. അതായത് പ്രോഗ്രസീവ് ആയിട്ട് മാത്രമേ ഇതിൽ എന്ത് ചെയ്യുള്ളൂ, സ്ട്രെങ്ത് വരത്തുള്ളൂ. സോ ഒരു വർഷം കഴിഞ്ഞ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് സ്ട്രെങ്തിലേക്ക് ആഡ് ആവുള്ളൂ.
ഇനി അടുത്ത് വരുന്നത് ഇറ്റ് ഇമ്പാർട്സ് റെസിസ്റ്റൻസ് ടു കെമിക്കൽ അറ്റാക്ക്. അപ്പൊ ഇത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഓക്കെ, കെമിക്കൽ അറ്റാക്കിനെതിരെ റെസിസ്റ്റൻസ് കൊടുക്കുന്ന ആരാണ്? ഡൈ കാൽഷ്യം സിലിക്കേറ്റ് ആണ്. ഓക്കെ, ഇനി C2S ന്റെ കണ്ടന്റ് നമ്മൾ ക്ലിങ്കറിൽ കൂട്ടിക്കഴിഞ്ഞാൽ റെൻഡേഴ്സ് ക്ലിങ്കർ ഹാർഡൻ ടു ഗ്രൈൻഡ് ആവാൻ ഹാർഡൻ ആക്കും. പിന്നെ അതുപോലെ തന്നെ എയർലി സ്ട്രെങ്ത് റെഡ്യൂസ് ചെയ്യും. പിന്നെ ഫ്രീസിംഗ് തോയിങ്ങിലുള്ള റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും ആൻഡ് ഡിക്രീസസ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഈ C2S ന്റെ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ട്. ഇനി ഏർലി ഏജസിലാണെങ്കിൽ, അതായത് ലെസ് ദാൻ എ മന്ത്, ഒരു മാസത്തിൽ താഴെയൊക്കെ ആണെങ്കിൽ C2 ഹാസ് ലിറ്റിൽ ഇൻഫ്ലുവൻസ് ഓൺ സ്ട്രെങ്ത് ആൻഡ് ഹാർഡ്നെസ്. സോ ഒരു മാസത്തിൽ താഴെയുള്ള കാര്യമാണെങ്കിൽ എന്താണ് C2S വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ C2S ഇൻഫ്ലുവൻസ് വരുന്ന എപ്പോഴാണ്? അൾട്ടിമേറ്റ് സ്ട്രെങ്തിന്റെ കേസ്, അതായത് 1 ഇയർ ഒക്കെ കഴിയുമ്പോഴാണ് C2S സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി വൈൽ ആഫ്റ്റർ 1 ഇയർ ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ ടു സ്ട്രെങ്ത് ആൻഡ് ഹാർഡ്നെസ് ഈസ് പ്രൊപ്പോർഷണലി ആൽമോസ്റ്റ് ഈക്വൽ ടു C3S. ഇനി ഇതിന്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ 260 ജൂൾ പെർ ഗ്രാം ആണ്. ഇനി അടുത്ത് വരുന്നത് ട്രൈകാൽഷ്യം അലുമിനേറ്റ്. ട്രൈകാൽഷ്യം അലുമിനേറ്റ് ഇറ്റ് റാപ്പിഡ്ലി റിയാക്ട്സ് വിത്ത് വാട്ടർ ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫ്ലാഷ് സെറ്റ് ഓഫ് ഫൈൻലി ഗ്രൗണ്ടഡ് ക്ലിങ്കർ. അപ്പൊ ഇതെന്ന് പറഞ്ഞ വാട്ടറുമായിട്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ഏതാണ്? ട്രൈകാൽഷ്യം അലുമിനേറ്റ്. ആൻഡ് ഇതാണ് എന്താണ്? ഫൈൻലി ഗ്രൗണ്ടഡ് ക്ലിങ്കർ ഫ്ലാഷ് സെറ്റ് ആവാൻ റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞ ആരാണ്? ട്രൈകാൽഷ്യം അലുമിനേറ്റ് ആണ്. ഇനി rapidity of action is regulated by addition of 2 to 3% gypsum at the time of grinding the cement. അപ്പൊ ഈ എന്താണ് rapidity of action, അത് പെട്ടെന്ന് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് സെറ്റ് ആവുന്ന പറഞ്ഞില്ലേ, ആ ഒരു ആക്ഷൻ റെഗുലേറ്റ് ചെയ്യുന്നത് 2 to 3% ജിപ്സം ആഡ് ചെയ്യുന്ന വഴിയാണ്. അപ്പൊ ജിപ്സം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ? ഇനിഷ്യൽ സെറ്റിംഗ് ടൈം കുറയ്ക്കാൻ നമ്മൾ നേരത്തെ പഠിച്ചു. ഓക്കെ, ഇനി ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇനിഷ്യൽ സെറ്റ്. കണ്ടോ, ഇനിഷ്യൽ സെറ്റിന് ആരാണ് റെസ്പോൺസിബിൾ? ട്രൈകാൽഷ്യം അലുമിനേറ്റ് ആണ്. ഓക്കെ, പിന്നെ ഹൈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഉണ്ട് ഇതിന് ആൻഡ് ഹാസ് ഗ്രേറ്റർ ടെൻഡൻസി ടു വോളിയം ചേഞ്ചസ് കോസിംഗ് ക്രാക്കിംഗ്. ഓക്കെ, ഇതിൽ ഭയങ്കര എന്താണ്? വോളിയം ചേഞ്ചിനുള്ള ടെൻഡൻസി ഉണ്ട്. അതെന്ന് പറയുന്നത് ക്രാക്കിങ്ങിന് കാരണം. ഇനി C3A കണ്ടന്റ് ആണ് ഞാൻ കൂട്ടിക്കൊടുക്കുന്നെങ്കിൽ അതെന്ന് പറഞ്ഞാൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് കുറയാൻ കാരണമാവും. അതുപോലെ സൾഫേറ്റ് അറ്റാക്കിനെതിരെയുള്ള റെസിസ്റ്റൻസ് ഒക്കെ വീക്കൺ ചെയ്യിക്കും. അതുപോലെ തന്നെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ലോവർ ആവും, ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ലോവർ ആവും, പിന്നെ എയർ ഹാർഡനിങ്ങിന്റെ സമയത്ത് കോൺട്രാക്ഷനും ലോവർ ആവും. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ട്രൈകാൽഷ്യം അലുമിനേറ്റിന് ഉള്ളത്. അതിന്റെ കണ്ടന്റ് കൂടിക്കഴിഞ്ഞുകൊണ്ടാണ്. ഇനി ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് വളരെ കൂടുതലാന്ന് പറഞ്ഞാൽ എത്രയാണ്? 865 ജൂൾ പെർ ഗ്രാം. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ടെട്രാ കാൽഷ്യം അലുമിനോ ഫെറൈറ്റ് ആണ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫ്ലാഷ് സെറ്റ് ബട്ട് ജനറേറ്റ്സ് ലെസ് ഹീറ്റ്. അപ്പൊ ഫ്ലാഷ് സെറ്റിന് ഇതും കാരണമാവും. ഏതാണ്? ടെട്രാ കാൽഷ്യം അലുമിനോ ഫെറൈറ്റ്. എന്നാൽ ലെസ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ആര് തന്നെയാണ്? ടെട്രാ കാൽഷ്യം അലുമിനോ ഫെറൈറ്റ് ആണ്. ഇനി ഇതിന്റെ സിമെന്റിംഗ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിന് പൂറസ്റ്റ് ആണ്. C4AF കണ്ടന്റ് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സ്ട്രെങ്ത് കുറച്ച് എന്ത് ചെയ്യും? കുറയാൻ കാരണമാവും. ഇതിന്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ 420 ജൂൾ പെർ ഗ്രാം. അപ്പൊ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാനുണ്ട് ഇതിന്റെ. എന്നാൽ ഇത് ഇന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതിന്. അത് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഇതിൽ ഏതാണ്, അതായത് നമ്മുടെ അടുത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറയും, ഇതിന് ഏതാണ് ഹീറ്റ് എന്താണ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഏറ്റവും കുറഞ്ഞു വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യൂ, അല്ലെങ്കിൽ ഹീറ്റ് ഇവല്യൂഷൻ, ഹീറ്റ് ജനറേറ്റ് ആവുന്നതിന്, അതായത് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൂടി വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ പെട്ടെന്ന് സെറ്റിംഗ് നടക്കുന്നത് ഏതാണെന്ന് അറേഞ്ച് ചെയ്യാൻ പറയും. അങ്ങനെ അതിന്റെ ഒരു ഓർഡർ നമ്മൾ പഠിക്കണം ഇതിന്. ഓക്കെ, അപ്പൊ ബിസൈഡ്സ് മേജർ, ഇനി ഒരു പോയിന്റ് കൂടെ പറയാം. ഈ ഇപ്പൊ പറഞ്ഞതെല്ലാം എന്താണ്? നമ്മുടെ മേജർ കോമ്പൗണ്ട്സ് ആണ്. ഇത് കൂടാതെ 2 മൈനർ കോമ്പൗണ്ട്സ് ഉണ്ട്, അതായത് K2O-യും Na2O, നമ്മൾ നേരത്തെ പഠിച്ച ഹാർംഫുൾ ഇൻഗ്രീഡിയൻസ്. അതെന്ന് പറഞ്ഞാൽ ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷനിൽ ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്നു. അത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇനി നമ്മൾ വാട്ടർ സിമെന്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ റിയാക്ട് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ ഇത് C3A ആണ്. ഏതാണ്? C3A ആണ് ക്വിക്കസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്. ആൻഡ് ഇൻ ഓർഡർ ഓഫ് ഡിക്രീസിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ C4AF, C3S, C2S. ഇത് പഠിക്കണം. ഓക്കെ, വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിൽ ആദ്യം റിയാക്ട് ചെയ്യുന്ന ആരാണ്? C3A ആണ്. അത് കഴിഞ്ഞ് C4AF, C3S, C2S. ഓക്കെ, ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. Group of the constituents of cement in decreasing order their contribution to strength of cement. Strength contribute ചെയ്യുന്നില്ല, അതിന്റെ റോള് കുറഞ്ഞു വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ it is C3S, C2S, C3A and C4AF. ഓക്കെ, ഇനി rate of heat evolution, അതിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അതിന്റെ ഡിസെൻഡിങ് ഓർഡർ, റേറ്റ് ഓഫ് ഹീറ്റ് എവല്യൂഷൻ ഏറ്റവും കൂടുതൽ ആർക്കായിരുന്നു? C3A-ക്കായിരുന്നു. ദെൻ അത് കഴിഞ്ഞ് C3S, C3AF ആൻഡ് C2S. ഇനി റേറ്റ് ഓഫ് ഹൈഡ്രേഷന്റെ ഇതിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ C4AF, C3A, C3S, C2S.
ഓക്കെ, അപ്പൊ ഈ ഒരു ഓർഡർ നമ്മൾ പഠിച്ച 3 ഓർഡർ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ചിലപ്പോൾ അത് വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്, ചോദിച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം.